ഹലോ, വെൽക്കം ടു മുംബൈ. അസർബക്ക് എൻ്റെ കൂടെ ഉണ്ട്. അസർബക്ക് ഞാനും കൂടി രാവിലെ തന്നെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ അസർബക്ക് രാവിലെ അടിച്ചിട്ട് ഞാൻ കുറെ ലേറ്റ് ആയിട്ട് എടുത്തു. ഞാൻ ലെമൺ ടീ കുടിക്കുന്നതാണ്. ലെമൺ ടീ കുടിച്ച് നേരെ CST ആവാത്തേക്കല്ലേ പോകണം. ഈ സ്ഥലത്തിന്റെ പേരാണ് സാക്കിനാക്കല്. രാത്രി ഇന്നലെ ഒരു പ്രാവശ്യം ഞാൻ വഴി തെറ്റി വരുമ്പോ അപ്പുറത്തെ ഗല്ലി കയറിയിട്ട് ഇങ്ങോട്ട് വരണല്ല, അങ്ങനെ വഴി തെറ്റി. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് നല്ല കാലാവസ്ഥയുണ്ട്. ഇന്നലെ കുറച്ച് മഴയെല്ലാം പോയതിന്. എന്തായാലും ചായയെല്ലാം കുടിച്ചിട്ട് അന്ന് മുംബൈയിലെല്ലാം പോയി വരണം. മുംബൈ തന്നെ ഉള്ളത്, CST ആവാത്തെല്ലാം പോയിട്ട് വരണം, ഒന്ന് കറങ്ങിയിട്ട് വരണം. അപ്പോൾ ഞാൻ സാക്കിനാക്ക മെട്രോന്ന് അന്തേരിയിലേക്ക് പോകുന്നത്, ആടുന്ന നേരെ CSTയിലേക്ക് ലോക്കൽ ട്രെയിൻ. അങ്ങനെയാണ് അസർബക്ക വന്നത്. ഇവിടെയാണ് അസർബക്കാൻ്റെ ഡോമെട്രി. ഓക്കെ, ഞാൻ പോയിട്ട് വരാം അസർബക്ക. ഓക്കെ, നേരം നടക്കട്ടെ. ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ഇവിടെ നല്ല വീഡിയോ എല്ലാം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഫോണെല്ലാം പിടിച്ചിട്ട് എപ്പോൾ പോകുന്ന പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് മടിക്കുന്നത്. സാക്കിനാക്കാം. ഇന്ന് ഒരു ഭയങ്കര തിരക്കേണ്ട സാധ്യതയുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഭയങ്കര തിരക്കേണ്ട സാധ്യതയുണ്ട്. താഴെല്ലാം ട്രാഫിക് നോക്കിയാൽ ഫുള്ള് ട്രാഫിക്കാണ്, ഫുൾ തിരക്ക്. പടച്ചോനെ നോക്കാം. ഏറ്റവും കൂടുതൽ സ്കൂട്ടറാണ് നോക്കിയ. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്, ടിക്കറ്റ് കൗണ്ടർ. എൻ്റെ മോനെ, മെട്രോയിൽ തിരക്ക് നോക്ക്, ഇത്ര തിരക്കാ മെട്രോയിൽ. പടച്ചോനെ നോക്കാം. ട്രെയിന് വന്നിട്ടുണ്ട്, ലൈൻ നിൽക്കണം. ഇതിൻ്റെ കാരണം അയ്യോ, മെട്രോയിലെ തിരക്ക്. അടച്ചോനെ, ഞാൻ തെക്ക് കയറിയതാണ്, ഇപ്പം കുറഞ്ഞതാ. നമ്മളങ്ങനെ അന്തേരിയിലെത്തി. മെട്രോയിൽ ആദ്യമായിട്ട് ആകെ പൈസ മുതലാക്കുന്ന മെട്രോ മുംബൈയിലാന്ന് തോന്നുന്നു. എൻ്റെ അമ്മോ, ഇങ്ങനെ തിരക്കാം. അപ്പോൾ മെട്രോ കഴിഞ്ഞ് ട്രെയിനിൻ്റെ അടുത്തെത്തി. ഭയങ്കര തിരക്കായിട്ട് രാവിലെ തന്നെ. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടെന്ന് ഇത് CST പോകില്ല. ഇനി അടുത്തൊരു ട്രെയിൻ വരുന്നുണ്ട്, അത് പോകും. അപ്പം നമ്മൾ ട്രെയിൻ വന്ന് കാലിയാണ് കാണുന്നത്. അപ്പം മുംബൈ CST ഛത്രപതി ശിവാജി ടെർമിനൽ എത്തി. മുംബൈയിലെ വലിയൊരു റെയിൽവേ സ്റ്റേഷനായത് കേട്ടോ, മെയിൻ റെയിൽവേ സ്റ്റേഷനായത് CST. ഇന്ന് കുറച്ച് തിരക്ക് കുറവാണിപ്പോൾ. എന്ത് തിരക്കുണ്ടാവും അറിയില്ല. വീട് നിന്നാണ് എല്ലായിടത്തും എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ പറ്റി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുംബൈ സ്റ്റേഡിയത്തിലേക്ക്, ഗേറ്റ് ഓഫ് ഇന്ത്യ, പിന്നെ കുറേ സ്ഥലത്തേക്ക്. CST ആണ് നമ്മളെ മെയിൻ ഏരിയ. അന്നേരം CSTയിലാണ് കുറച്ച് കാര്യങ്ങളുള്ളത്. അവിടത്തേക്ക് പോയിട്ട് ആദ്യം തന്നെ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം. മലയാളീൻ്റെ ഹോട്ടലുണ്ട് കണക്കറിയുന്നത്, അവിടെ പോകണം. അടിപൊളി ഒരു ഫുഡ് കഴിക്കണം. അതാണ് ആദ്യത്തെ പരിപാടി. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് കേട്ടോ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ പുറത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചിട്ട് അടിപൊളിയാണ്. ഓൾറെഡി എൻ്റെ വീഡിയോയിലുണ്ട്, ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ CSTൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി നോക്കൊരു ബിൽഡിങ്. എന്തോ പേരുണ്ട് കേട്ടോ, മറന്നുപോയി. എല്ലാം മറന്നോ നിർത്തിയതാ. CST ഉണ്ടോ, പഴയ റെയിൽവേ സ്റ്റേഷൻ. അടിപൊളി. എന്തെല്ലോ കൊത്തുപണികളെല്ലാം ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ നമ്മളെ ഇത് കോട്ടകളിലെല്ലാം പോയ മാതിരി വലിയൊരു കോട്ട തന്നെ, കോട്ട തന്നെ പറയാം. സർക്കിൾ, അതാ CST സർക്കിള്. രാത്രിയാകുമ്പോൾ നല്ല കാഴ്ചയാണ് കേട്ടോ അതിൻ്റെ. വേണ്ട, ഭയങ്കര തിരക്കുള്ള ഏരിയ ഇത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ്, യുനെസ്കോൻ്റെ പുരസ്കാരമെല്ലാം കിട്ടിയ സംഭവമാണിത്. എന്താ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. വാ, എന്താ ഭംഗി.
അങ്ങനെ വീണ്ടും CST-യിലെത്തി. കുറേ ആയി വരുന്നു CST-യിൽ. പ്രാവശ്യം ഇതെൻ്റെ 20ാമത്തെ തവണ എങ്ങാട്ടാന്ന് തോന്നുന്നു CST-യിൽ വരുന്നത്. മഞ്ഞയും കറുപ്പും കാറ്. ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് ഓഫ് ഇന്ത്യ അങ്ങനത്തെ സ്ഥലത്തേക്കെല്ലാം പോവാം. മുംബൈ മറൈൻ ഡ്രൈവ് അങ്ങനത്തെ സ്ഥലത്തേക്കെല്ലാം പോവാം. ഒരു എത്രയാണെന്ന് ചെറിയ പൈസ കൊടുക്കണം, 8 രൂപ. മറന്നുപോയി. ഡബിൾ ഡക്കർ ബസ്സിൻ്റെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ മുംബൈയിലെ ചെറിയ കുറച്ച് കാഴ്ചകളെല്ലാം കാണാം റോഡ് മുന്നോട്ട് പോയിട്ട്. അവിടെ CST-ന്ന് ഇറങ്ങി കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അക്ബർ ട്രാവൽസ് അങ്ങനെ കുറേ സ്ഥലമുണ്ട്. ഇതൊരു മലയാളി ഏരിയകളെന്ന് തന്നെ പറയാം. അതിൻ്റെ ഉള്ളിൽ 2-3 ഹോട്ടലുകളിലും ഉണ്ട്. അടിപൊളി. 2-3 ആയിരിക്കില്ല, കുറേ ഉണ്ടാവും. എനിക്കറിയുന്ന 2-3 ഉള്ളത്. അവിടെയാണ് ഫുഡ് കഴിക്കാൻ വരക്ക്. അന്നേരം CST അവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കേട്ടാ. അങ്ങനെ ഞാൻ നടന്ന് നേരെ നടക്കാനുള്ളൂ കേട്ടോ. നടന്ന് ഇവിടെ ഹോട്ടലിലെത്തി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടൽ ഇതാണ് കേട്ടോ. ഇവിടെ ഒരു റഹ്മാനിയ ഹോട്ടലുണ്ട്, അപ്പുറവും ഉണ്ട്. അതും മലയാളി ഹോട്ടലാണ്. ഇതെല്ലാം കാണാം മലയാളത്തിലുള്ള എഴുതിയിട്ട് ലേഡീസ് ബ്യൂട്ടി പാർലർ. അന്നേരം റഹ്മാനിയ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പുറം ഉണ്ട്, ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. കിതറേ ബോസ് കിതറേ. അന്നേരം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കട്ട്. അപ്പോൾ 2 ദിവസത്തിന് ശേഷം, 2 ദിവസമല്ല, 1.5 ദിവസമായി ഇത്തരം നല്ലൊരു ഫുഡ് കഴിക്കാൻ. ചിക്കൻ ബിരിയാണി, അടിപൊളി മലബാറി ബിരിയാണി. ഓക്കെ, ഫുഡ് കഴിക്കട്ടെ. വിശക്കുന്നു നല്ലോണം. അപ്പോൾ മുംബൈയിലെ എല്ലാ കറക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ മറൈൻ ഡ്രൈവിലെത്തി. മറൈൻ ഡ്രൈവിൽ വൈകുന്നേരത്തെ കാഴ്ചയാണ് കേട്ടോ ഇത്. മറൈൻ ഡ്രൈവിൽ ഇരിക്കാൻ സ്ഥലമില്ല. ഞാൻ ഇരിക്കാനുള്ള സ്ഥലം തപ്പിയാണ്. ഇത്ര കിലോമീറ്ററോളം ഉണ്ടായി ഇരിക്കാൻ സ്ഥലമില്ല. ഇത് ട്രാഫിക് പോലീസുള്ള ഇവിടെ ഇരിക്കാം. ഇവിടെ ഗ്യാപ്പാണെന്നുണ്ട്. ഇത് മുംബൈൻ്റെ അങ്ങ് തൊട്ടിട്ട് ഇരിക്കേണ്ട സ്ഥലമുണ്ട് കേട്ടോ. അതാ ഇവിടുന്ന് മുതൽ അങ്ങ് ഒരു എൻഡ് വരെ ജനങ്ങളാണ് ഇരുന്നിട്ട്. സ്ഥലമില്ല. സ്ഥലം നോക്കി ഇവിടെ കണക്ക് കിട്ടിയത്. എല്ലാവരും ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. സ്ഥലം കിട്ടാനില്ല, അത്രയ്ക്കും ജനങ്ങളാണ്. നല്ല തണുത്ത കാറ്റും. ഇപ്പം വെള്ളമെല്ലാം കുറഞ്ഞു. ഇവിടെയെല്ലാം വരെ വെള്ളം ഉണ്ടായിരുന്നുണ്ട്. ഇപ്പം വെള്ളം ഫുള്ള് ഇറങ്ങി. അതെല്ലാം കാണുന്നുണ്ട്. ആ കല്ലെല്ലാം വെള്ളം ഇങ്ങനെ തിരമാലടിക്കലുണ്ട്. വെള്ളം വളരെ കുറവാണ്. അവിടെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാൽ മുംബൈയിൽ വാങ്കഡ സ്റ്റേഡിയം. ഇതാണ് വാങ്കഡ സ്റ്റേഡിയം. ഇതിൻ്റെ ബാക്കിൽ കുറേ ബിൽഡിങ് കാര്യങ്ങളുണ്ട്. എയർ ഇന്ത്യൻ്റെ ഓഫീസ്. ഇതാണ് മറൈൻ ഡ്രൈവ്. ഭയങ്കര തിരക്കാട്ടാ. ഇവിടെ ആൾക്കാരെ വന്നിരിക്കാൻ വേണ്ടി. ഞാനും കുറച്ച് സമയമുള്ളതുകൊണ്ട് വന്നിരുന്നതാ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളെ ഡ്രോണ് ഗോപ്രയെല്ലാം കൊടുത്ത് നമ്മൾ ഫെനിക്സ് ഭായിൻ്റെ ഷോപ്പിൽ ഇവിടെ സാധനം കൊണ്ടുണ്ട്. ഫെനിക്സ് ഭായിനെ കിട്ടാൻ കുറച്ച് പണിയാണ്. ഫെനിക്സ് ഭായ് അതല്ലാന്ന് ഞാൻ ഇങ്ങനെ പറയില്ല കസ്റ്റമറോടല്ലോ. നമ്മളെ ഡ്രോൺ എന്താ ഇനി എന്താ അവസ്ഥ? ദുബൈയിൽ നിന്ന് സാധനം വരാണ്ടല്ലേ? ഉഷാറിനല്ലേ? നമ്മളെ 9 നന്നാകും കൊടുത്തിട്ട്. ഇതെല്ലാം ഉഷാറല്ലേ? നാട്ടിൽ പോയി പറയാ അടുത്തേ. അതെയാ? ഹായ്, ഇത് ശരിയായിട്ടുണ്ടല്ലേ? അപ്പൊ എന്തുണ്ടെങ്കിലും നമ്മൾ ഫിനിഷ് ബൈൻ്റെ അടുത്ത് വന്നാൽ മതി കേട്ടോ. ഇതെല്ലാം നമ്മൾ ശരിയാക്കുക. ജിംബൽ, ഗോപ്രോ, ക്യാമറ, ഡ്രോണ്, ലാപ്ടോപ്പ് എല്ലാം നമ്മൾ എന്താണ് എന്ത് ടെഡായതും നമ്മൾ സെറ്റാക്കി കൊടുക്കും അല്ലേ? നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ. അതെ. അന്നേരം കാണാം. വീണ്ടും ഡ്രോൺ സെറ്റാക്കി വെക്ക്. നമ്മളെ എന്തായാലും ഈ പ്രാവശ്യം യാത്ര നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളെ ട്രക്കിങ് സെറ്റാക്കി വിളിക്കേ. അന്നേരം വീണ്ടും കാണാം. വീണ്ടും വരും മുംബൈയിൽ. ബൈ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയിന്ന് സാമാൻ നൈലിയ സാധനം എടുക്കാണ്ട് പോന്ന്. അന്നേരം സാധനം എടുക്കാണ്ടിരുന്ന് ഞാനിപ്പോൾ വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, CST റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭംഗി നോക്കി രാത്രിയത്തെ. എന്താ ഭംഗി നോക്കിയ. ആയി ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. നോക്കിയ അപ്പുറം അതാ ഇന്ത്യൻ്റെ ഫ്ലാഗ് ആക്കിയിട്ട് ആഗസ്റ്റ് 15 പോന്ന്. അടിപൊളിയല്ലേ? നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. എൻ്റെ 2 കയ്യിലും സാധനമാണ്. അതുകൊണ്ട് ഇനി പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല. നോക്കട്ടെ.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ. നാട്ടിലേക്ക് പോവുകയെന്ന്. ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിൽ വരും. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നല്ല കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.